എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു പേഴ്സണാണ്. സൈക്കിൾ കൊണ്ട് ലോകം മൊത്തം ചുറ്റുന്ന ഒരാളാണ്, ഇനി ചുറ്റാൻ പോകുന്ന ഒരാളാണ്. ഹായ് ഫായിസ്, വെൽക്കം ടു ദി ഷോ. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം ആണ്. ഓക്കെ, ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ഞാനിപ്പോൾ വരുന്നത് കാലിക്കറ്റ് ആണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മുടെ സൈക്കിൾ യാത്രയൊക്കെ ഇപ്പോൾ എവിടം വരെ എത്തി? ഇപ്പോൾ 29 രാജ്യങ്ങൾ സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി 195 രാജ്യമാണ് മൊത്തം. ഇനി ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക് പോകണം. അതാണോ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ലോകം മൊത്തം കറങ്ങണം അല്ലേ? അപ്പോൾ ആദ്യം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഏതായിരുന്നു ആദ്യം പോയ രാജ്യം? ആദ്യം പോയത് നേപ്പാളാണ്. നേപ്പാൾ. അതെന്റെ സിംഗപ്പൂർ യാത്രയുടെ ഭാഗമായിട്ട് നേപ്പാള്, ഭൂട്ടാൻ, മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിരുന്നത് ട്രിവാൻഡ്രം ടു ലണ്ടൻ ആണ്. അപ്പോൾ അത് എത്ര രാജ്യങ്ങൾ അത് കവർ ചെയ്തു? എത്ര ടൈം എടുത്തു? ഇതിന്റെ രണ്ടാമത്തെ ഫേസ് ആണ് ട്രിവാൻഡ്രം ടു ലണ്ടൻ. ഇപ്പം 23 രാജ്യങ്ങൾ കഴിഞ്ഞു. ഞാനിപ്പോൾ ജർമ്മനിയിൽ എത്തിയിട്ട് അവിടെ സൈക്കിൾ വെച്ചിട്ട് ഇപ്പോൾ വന്നതാണ് എൻ്റെ വിസന്റെ ആവശ്യത്തിന്. പോയ രാജ്യങ്ങൾ ഇന്ത്യ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, ഇറാഖ്, ഇറാൻ, അർമേനിയ, ജോർജിയ, ടർക്കി, ഗ്രീസ്, നോർത്ത് മാസിഡോണിയ, സെർബിയ, ക്രൊയേഷ്യ, സ്ലൊവേനിയ, ഹംഗറി, സ്ലോവാക്യ, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ജർമ്മനി. ഓർമ്മ കിട്ടിയോ? ഇല്ല, ചെക്കോസ്ലോവാക്യ കുറച്ചൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് എത്ര ഡേയ്സിലുള്ള ഒരു ട്രാവലിംഗ് ആയിരുന്നു? ആക്ച്വലി എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് 1 man 1 bicycle 2 continents, 450 days, 30,000 kilometer, around 30,000. അതിൽ 20,000 കംപ്ലീറ്റ് ആയി. ഇനി ഒരു 10,000 കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സൈക്കിളിലൊക്കെ ഇത്രയും രാജ്യങ്ങൾ കാണാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് അല്ലേ, കുറച്ച് അഡ്വഞ്ചറസ് അല്ലേ? തീർച്ചയായിട്ടും ഇത് അത്യാവശ്യം വട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി ഞാൻ മാരീഡ് ആണ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരാൾ ചെയ്യാന്ന് പറയുന്നത് അൺഇമാജിനബിൾ ആണ്. അതെ, ഞാൻ കണ്ടപ്പോഴും ചോദിച്ചു കല്യാണം കഴിഞ്ഞതാണോ എന്ന് ഞാൻ ചോദിച്ചു. അത് അല്ലെ നല്ലൊരു പാർട്ട്ണർ ഉള്ളത് കൊണ്ടും കൂടി അല്ലേ? പല ആളുകളും ചോദിക്കും എന്താ അതിന്റെ ടിപ്സ്, കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വിടാൻ കാരണം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ ഡ്രീമാണിത്. അപ്പം ലൈഫിൽ അതിന് കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നു, അതുകൊണ്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം. പ്രൊഫഷനൊക്കെ എന്തായിരുന്നു? ഞാൻ ബേസിക്കലി എഞ്ചിനീയർ ആണ്. വിപ്രോയിലായിരുന്നു 4 വർഷം സൗദി അറേബ്യയിൽ വിപ്രോയിൽ വർക്ക് ചെയ്തു. പിന്നെ ജോബ് റിസൈൻ ചെയ്തു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ ട്രാവലിംഗ് ആണ് സൈക്കിൾ. അപ്പോൾ ജോബ് റിസൈൻ ചെയ്തിട്ട് എത്ര നാളായി? 2015 ഉപ്പക്ക് കുറച്ച് ക്രിട്ടിക്കൽ ആയപ്പോൾ റിസൈൻ ചെയ്തതാണ്. എൻ്റെ ഫാദറിന് ഞാൻ അടുത്ത് പോകണമെന്നൊരു ആഗ്രഹം പറഞ്ഞു. അപ്പം അതൊക്കെ ഒഴിവാക്കി. പിന്നെ ഉപ്പയുടെ കൂടെ 3 വർഷം ഉപ്പയുടെ കൂടെ ആയിരുന്നു. ആ സമയത്താണ് ഞാൻ ശരിക്കും സൈക്കിൾ എടുക്കുന്നത്. എൻ്റെ ഒരു ഹെൽത്തിൻ്റെ ഒരു ഇഷ്യൂ കാരണം എനിക്ക് തൈറോയിഡ് ഉണ്ട്. അപ്പം അത് എൻ്റെ വെയിറ്റ് റെഗുലറായിട്ട് കീപ്പ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണം. അപ്പം എനിക്ക് സൈക്ലിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഒരു സൈക്കിൾ എടുത്തു. പിന്നെ അത് അതിലൊരു ക്രേസായി. പിന്നെ അത് സീരിയസ് ആയി എടുത്തു. പിന്നെ അതിലൊരു അച്ചീവ്മെന്റ് എന്നുള്ള രീതിയിൽ സത്യം പറഞ്ഞാൽ സൈക്കിൾ നമ്മളെ മെന്റലി ഫിസിക്കലി ഹെൽത്തി ആക്കുന്നതാണല്ലോ. മെന്റലി നമുക്ക് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. ഒരുപാട് ഗുണങ്ങൾ സൈക്കിൾ കൊണ്ട് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഡെയിലിയും ഇപ്പോൾ നാട്ടിലുണ്ടെങ്കിലും ഡെയിലി സൈക്കിളൊക്കെ ഓടിച്ച്? ആക്ച്വലി നാട്ടിൽ ഞാൻ വിരാജ്പേട്ടിലുണ്ടാവുക. അവിടെ മോർണിംഗ് സൈക്കിൾ ഓടിക്കുക അത്ര സേഫ് അല്ല. ഇടയ്ക്ക് പുലി ഇറങ്ങി, കടുവ ഇറങ്ങി എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ എനിക്ക് മോർണിംഗ് ഒരു പേടിയാണ്. ഞാൻ രാവിലെ നടക്കാൻ പോകും. സത്യം പറഞ്ഞാൽ പേടിണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഒറ്റയ്ക്ക് ഇത്രയും രാജ്യങ്ങൾ നടക്കുന്ന ആൾക്ക് എന്ത് പേടി? അല്ല, ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെ കാടുകളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ വന്യമൃഗങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് അത്ര ടെൻഷനില്ല. പക്ഷെ ഇവിടെ ഇന്ത്യയിൽ ആന, കടുവ നമ്മൾ സ്ഥിരം ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കടുവ, ഇവിടെ ആന എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയൊരു ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷനിൽ നിൽക്കെ അതിന് റിസൈൻ ചെയ്ത് നമ്മളൊരു ഇതൊരു പുതിയൊരു പ്രൊഫഷനാണല്ലോ ഇപ്പോൾ ട്രാവലർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് വെല്ലുവിളികൾ എന്തായാലും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തു? തീർച്ചയായിട്ടും ഞാൻ നല്ലൊരു പൊസിഷനിൽ, വിപ്രോയിൽ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ജോലി രാജിവെക്കുന്നത്. അത് നല്ലൊരു കാരണത്താലായിരുന്നു. എൻ്റെ ഫാദറിന് ഞാൻ അടുത്ത് വേണമെന്നൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പല ആളുകളും എന്നോട് ചോദിച്ചു ഇത്രയും നല്ലൊരു ജോബ്, ഫ്യൂച്ചറൊക്കെ കളയുന്നത് എന്തിനാണ്. പക്ഷേ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് പാരൻസിന് നമ്മുടെ ആവശ്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് നമ്മൾ കൂടെ നിൽക്കുക. ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തിയത്. പിന്നെ 3 വർഷം ഉപ്പയുടെ കൂടെ നിന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു വേറൊരു കാര്യം, മണിയല്ല ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മുടെ ഹെൽത്താണ്. ഒരുപാട് ക്യാഷ് ഉണ്ടായിട്ട് ആരോഗ്യമില്ലെങ്കിൽ യൂസ്ലെസ് ഒരു ഇതുണ്ടാവില്ല. അപ്പം എനിക്ക് ആരോഗ്യം വേണമെന്നുള്ളൊരു തോട്ട് അതിൽ നിന്നാണ് വന്നത്. അങ്ങനെയാണ് ഞാൻ ആരോഗ്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അങ്ങനെ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ഇപ്പം ഞാൻ മെൻ്റലി
ഭയങ്കര ഹാപ്പിയാണ്. അന്നത്തെ പോലെ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഫായിസിനോട് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഹാപ്പി കിട്ടുന്ന കാര്യം എന്താ? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം, മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ. പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ എപ്പോഴും ഒരു ചിന്ത എന്ന് വെച്ചാൽ അവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോയിക്കൂടെ? അവരുടെ തോട്ടതാണ്, രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചു വരുന്ന ഒരു ഇതാണ് അവരുടെ. പക്ഷെ അതൊന്നും അല്ല, ജീവിതത്തിൽ മറ്റ് പല മേഖലകളും ഉണ്ട്, ഒരുപാട് എക്സ്പീരിയൻസ്, അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ അതല്ലാതെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പം എന്തുകൊണ്ട് ഈ സൈക്കിളിൽ തന്നെ ട്രാവൽ ചെയ്യണം എന്നുള്ളത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടാണോ അത് ചൂസ് ചെയ്തേക്കുന്നത്? 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ഹെൽത്ത് ഇഷ്യൂസ് ആണ്. രണ്ടാമത്തത് ഇത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഇത് വളരെ റെയറായിട്ട് മേ ബി ഒരു കോടിയിൽ ഒരാൾക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. നമ്മുടെ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ, എൻ്റെ അറിവിൽ ഇപ്പം ഞാൻ 3-ാമത്തെ ആളാണ് സൈക്കിളുമായിട്ട് വേൾഡ് ടൂർ നടത്തുന്നത്. അപ്പം അത് അത്രയും റെയറായിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കിപ്പോൾ ഒരാൾക്ക് കാർ എടുത്തോ ബൈക്ക് എടുത്തോ പോകണമെങ്കിൽ അത് വളരെ ഈസിയാണ്. കുറച്ച് പെട്രോൾ അടിക്കാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് പൈസ ഉണ്ടായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിനൊരു വിൽ പവർ തന്നെ വേണം, ഇതിനൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടെങ്കിലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാവലിങ്ങിൻ്റെ പർപ്പസ് എന്താണ് ശരിക്കും? ഇത് ചുമ്മാ ഒരു ട്രാവലല്ല. ഈ ഒരു യാത്രയിൽ ഞാൻ കുറേ മെസ്സേജ് കൺവേ ചെയ്യുന്നുണ്ട്. വേൾഡ് പീസ്, ഹെൽത്ത് കെയർ, സീറോ കാർബൺ, ആൻറ്റി ഡ്രഗ്സ്, എൻഡ് പോളിയോ. ഇങ്ങനെ യാത്രയിൽ ഒരുപാട് സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ എംബസി വിസിറ്റ് ചെയ്തിട്ട് അവിടെയുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ട് അവർക്ക് ഈ ഒരു മെസ്സേജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് യാത്ര പോകുന്നത്. ഇതുവരെ ഒരുപാട് ക്യാമ്പസുകൾ ഞാൻ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഫഷൻ റിസൈൻ ചെയ്തിട്ട് വന്നതെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വീട്ടുകാരൊക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു സപ്പോർട്ടിങ് ലെവൽ? ഉപ്പക്ക് വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി എൻ്റെ ജോബ് റിസൈൻ ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ സൈക്കിളിലേക്ക് എത്തിയത്. എൻ്റെ 32-ാമത്തെ വയസ്സിൽ ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഇപ്പം എന്നെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അതുവരെ ഞാൻ എല്ലാവരെയും പോലെ ഒരു എഞ്ചിനീയർ. മുമ്പൊക്കെ ആളുകൾ പറയായിരുന്നു ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടാൽ താഴെ വരുമ്പോൾ ഏതെങ്കിലും ഒരു എഞ്ചിനീയറുടെ തലയിലാണ് വീഴാന്ന്. ആ ഒരു എഞ്ചിനീയർ ആകാൻ എനിക്ക് താല്പര്യമില്ല. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റ് എന്നുള്ളൊരു, അങ്ങനെയാണ് ഞാൻ എന്നെപ്പറ്റി പറയാറ്. ഞാനിപ്പോൾ എഞ്ചിനീയറാണെന്ന് ഞാൻ എവിടെയും മെൻഷൻ ചെയ്യാറില്ല. എൻ്റെ ജോബ് എന്ന് വെച്ചാൽ ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ ഇൻ്റർനാഷണൽ സൈക്ലിസ്റ്റാണെന്ന് ഞാൻ പറയാം. ഈ ഒരു പ്രൊഫഷനിൽ അറിയപ്പെടാനാണ്, അതാണ് ആഗ്രഹം. ഓക്കെ ഓക്കെ. സത്യത്തിൽ ഈ ഒരു നമ്മൾ എന്താണ് ഒരു സ്കെഡ്യൂൾഡ് ലൈഫിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഫ്രീ സ്പേസിലേക്ക് വന്നിരിക്കുന്നത്. അതെ അതെ, ഞാൻ ആക്ച്വലി ഒരു കംഫർട്ടബിൾ സോണിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണാണെങ്കിൽ പിന്നെ അത് തന്നെ. പക്ഷെ അതൊക്കെ പൊട്ടിച്ചേർന്ന് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തുള്ള ഫ്രണ്ട്സ് തന്നെ ഇപ്പം കണ്ടാൽ ചോദിക്കും നീ പണ്ടത്തെ ഫായിസ് ആണോ? കാരണം അവർക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ആവും എന്നുള്ളത്. അവരൊന്നും ചിന്തിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്ത് മാറ്റമാണ് ഇപ്പം ഉണ്ടായത്? പണ്ടത്തെ ഫായിസ് ആണെന്ന് ഇപ്പോൾ ചോദിച്ചില്ലേ, ഇപ്പം ഇന്നത്തെ ഫായിസും പണ്ടത്തെ ഫായിസും തമ്മിലുള്ള മാറ്റം എന്താ? പണ്ടത്തെ ഫായിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് KMCT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിനാണ്, കോഴിക്കോടാണ്. അപ്പം അതേ ഇയറിൽ പഠിച്ച മറ്റു പലർക്കും ചിലപ്പോൾ ഞാൻ അറിയണമെന്നില്ല. കാരണം ഞാൻ അത്രയും സൈലൻ്റ് ആയിരുന്നു. കോളേജിൽ അങ്ങനെ ഒരാൾ എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പോലും ഞാൻ ഈവൻ ഒരു സ്പോർട്സിലും ഉണ്ടായിരുന്നില്ല. പല ആളുകളും ചോദിക്കും മുമ്പ് എന്തെങ്കിലും സ്പോർട്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു സ്പോർട്സിലും ഉണ്ടായിട്ടില്ല, ഒരു ആക്ടിവിറ്റിയിലും ഉണ്ടായിരുന്നില്ല. വളരെ സൈലൻ്റ് ആയിട്ട് ഇൻട്രോവേർട്ടായിട്ട് ഇങ്ങനെ എൻ്റെ കാര്യങ്ങൾ നോക്കി സൈലൻ്റ് ആയിട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി അന്ന് എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ കയറി എന്തെങ്കിലും പറയാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്റ്റേജ് കണ്ടാൽ എനിക്ക് കയറി സംസാരിക്കാനുള്ളൊരു ടെൻഡൻസിയാണ്. പിന്നെ ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുക, ഒരുപാട് ആളുകളായിട്ട് ഇപ്പം ഇൻട്രാക്ട് ചെയ്യുക, സോഷ്യലൈസ് ചെയ്യുക. ഞാൻ ടോക്കേറ്റീവേ ആയിരുന്നില്ല, ഇപ്പം ഞാൻ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ ടോക്കേറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വൈഫ് നല്ല ടോക്കേറ്റീവാണ്, ഞാൻ തീരെ അല്ലായിരുന്നു. ഇപ്പോൾ ഞാനും ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെ, കൊള്ളാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്യണം? എനിക്ക് കുറേ കോൾസ് വരും. എൻ്റെ ഈ യാത്ര കണ്ടിട്ട് കുറേ ആളുകൾ വിളിക്കും. ഇതെൻ്റെ ഡ്രീം ജേണിയാണ്, ഞാൻ കുറേ കാലമായി ഇത് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അടുത്ത ചോദ്യം അവരുടെ എന്താ വെച്ചാൽ ഇതിന് പാസ്പോർട്ട് വേണമെന്ന് ചോദിക്കാം. അങ്ങനെ നമ്മുടെ ഒരു ഡ്രീം ജേണിയാണ്, നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കണം. സാധാരണ എല്ലാവരും പറയാം എനിക്കിത് എൻ്റെ ഒരു സ്വപ്ന യാത്രയാണെന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് ചോദിക്കും പാസ്പോർട്ട് വേണോ, പിന്നെ വിസ വേണോന്ന് ചോദിക്കുക. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ
മസ്റ്റായിട്ട് പാസ്പോർട്ടും വേണം, വിസയും വേണം. അപ്പോൾ അവരത് പ്രിപ്പയർഡേ അല്ല, അവർക്ക് അങ്ങനെ ഒരു തോട്ട് ഉണ്ട് എന്നല്ലാതെ അവരതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, ഒന്ന് സെർച്ച് ചെയ്യുക പോലും ചെയ്തിട്ടില്ല എന്നാണ് ആ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുക. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻഡ് ആയിരിക്കണം. നമ്മളിപ്പം എൻ്റെ ആദ്യത്തെ സിംഗപ്പൂർ യാത്ര 120 ദിവസത്തെ യാത്ര ഞാൻ പ്ലാൻ ചെയ്ത് 8 മാസം കൊണ്ടാണ് ഞാൻ ഒരു കംപ്ലീറ്റ് റൂട്ട് മാപ്പ് റെഡിയാക്കിയത്. ഗൂഗിൾ മാപ്പിൽ അത് സൂം ചെയ്ത് എവിടെയാണോ സിറ്റി ഉള്ളത് എൻ്റെ സ്റ്റേ അവിടുത്തെ സിറ്റി മാർക്ക് ചെയ്ത് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഒരു ദിവസം 100-120 കിലോമീറ്റർ അങ്ങനെ ഒരുപാട് കാൽക്കുലേഷനിലാണ് നമ്മൾ യാത്ര പോകേണ്ടത്. കാരണം വഴിയിൽ എവിടെയെങ്കിലും സേഫ് അല്ലാത്ത സ്ഥലത്ത് താമസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ പുറകിൽ ചെയ്യാനുണ്ട്. നമ്മൾ നല്ലൊരു ഹോംവർക്ക് ചെയ്യണം. ചുമ്മാ ഒരു സൈക്കിൾ എടുത്ത് പോയാൽ ചിലപ്പോൾ യാത്ര നല്ല രീതിയിൽ അവസാനിക്കാൻ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ യാത്ര പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അവസാനിപ്പിക്കാൻ. അപ്പം ശരിക്കും വെൽ പ്ലാനിങ് ആയിരിക്കണം. 2-3 ഓപ്ഷൻസ് വേണം. പ്ലാൻ എ വേണം, പ്ലാൻ ബി വേണം, പ്ലാൻ സി വേണം. പ്ലാൻ എ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്ലാൻ ബി അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റക്കായി പോകും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അൺപ്രഡിക്റ്റബിൾ ആയിട്ട്. ഒരു ദിവസം എവിടെ എത്തുന്നൊന്നും എനിക്ക് ഈ യാത്രയിൽ എനിക്കില്ല. അതിനൊരു വേറൊരു ബ്യൂട്ടി ഉണ്ട്. ഞാൻ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും റോഡ് സൈഡിൽ ടെൻ്റ് അടിച്ച്, ചിലപ്പോൾ ബസ് സ്റ്റോപ്പിലായിരിക്കും, ചിലപ്പോൾ പെട്രോൾ സ്റ്റേഷനിലായിരിക്കും, ചിലപ്പോൾ ആരുടെങ്കിലും വീട്ടിലായിരിക്കും, ചിലപ്പോൾ തടാകക്കരയിലായിരിക്കും. അതിന് വേറൊരു രസമാണ്. പക്ഷേ സേഫായ സ്ഥലങ്ങൾ കണ്ടെത്തി ഏകദേശം ഒരു 4 മണി വരെ സൈക്കിൾ ഓടിക്കുമ്പം ഞാൻ നോക്കും എവിടെയെങ്കിലും സേഫായിട്ടുള്ള സ്ഥലം ഉണ്ടോ നോക്കിയിട്ട് സ്ഥലം കണ്ടെക്കും. എന്നിട്ട് ഇരുടാവുമ്പോൾ സൺസെറ്റിന് ശേഷം അവിടെ പോയി ടെൻ്റ് അടിച്ചിട്ട് താമസിക്കും. അങ്ങനെ ടെൻ്റ് ഒക്കെ അടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്? അതുകൊണ്ടാണ് ഞാൻ സൺസെറ്റിന് ശേഷം ടെൻ്റ് അടിക്കുന്നത്. ആരും അറിയില്ല അങ്ങനെ ഒരാൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട് എന്ന്. ആരും അറിയാത്ത ടെൻ്റ് അടിക്കുന്ന സ്ഥലത്തുള്ള ആളുകളെ അറിയരുത്. കാരണം എൻ്റെ സൈക്കിള് ടെൻറ്റിന് പുറത്തായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സൈക്കിള് വേണം, എൻ്റെ കയ്യിലുള്ള ഗാഡ്ജറ്റ്സ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം നമ്മളൊരാളവിടെ ടെൻ്റ് അടിച്ചെന്ന് അറിയുമ്പം അത് മിസ്സാവാനുള്ള ചാൻസും കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ല കുറ്റിക്കാട്ടിലും ആളുകൾ കാണാതെ, പോലീസൊന്നും കാണാതെ, കാരണം ചില കൺട്രീസിൽ പോലീസ് പ്രശ്നമാക്കും. അപ്പോൾ അവരൊന്നും കാണാതെ ടെൻ്റ് അടിച്ച് അതിരാവിലെ തന്നെ എഴുന്നേറ്റ് പാക്ക് ചെയ്ത് വിടും. അപ്പോൾ ഈ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? ഫുഡൊരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എൻ്റെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവും, ജാം, ന്യൂട്ടല്ല, പിന്നെ ബ്രെഡ്. യൂറോപ്പിൽ എവിടെ ഏത് രാജ്യത്ത് പോയാലും ബ്രെഡ് കിട്ടും, അതും സ്റ്റോക്ക് ഉണ്ടാവും. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇതെടുത്ത് കഴിക്കും. പിന്നെ യൂറോപ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ ഫ്രൂട്ട്സ്, പ്ലംസ്, ആപ്പിളൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നുണ്ടാവും. കാട്ടിലൂടെയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ആപ്പിളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ പറിച്ച് കവറിലാക്കും. ചിലപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അതാണ് ആപ്പിള്. പിന്നെ പല കളറിൽ പ്ലംസ് കിട്ടും, യെല്ലോ, റെഡ്, ബ്ലാക്ക്. ഇതൊക്കെ ഒരു കഥ വായിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. മരത്തും വന്ന് പറിച്ച് കഴിക്കുക, ആരോടും ചോദിക്കണ്ട, കാട്ടിലാണ്. പല എൻ്റെ വീഡിയോസ് കാണുന്നവർ പറയും ഇത് ആരാൻ്റെ മുതൽ കഴിക്കാതെന്ന്. പക്ഷെ കാട്ടിലുള്ള പഴത്തിനോട് ആരോടും എല്ലാവരും കഴിക്കാം, അത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പൊ ഇത്രയും പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു രാജ്യം ഏതായിരിക്കും? 29 രാജ്യങ്ങളിലൂടെ ട്രാവൽ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തുർക്കിയാണ്. തുർക്കി അതെന്താ? അവിടുത്തെ ആളുകൾ നല്ല ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല ഫുഡാണ്, ലാൻഡ്സ്കേപ്പ്, പിന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ, റോഡ് കാര്യങ്ങളൊക്കെ നല്ല വെൽ പ്ലാൻഡ് ആണ്. നല്ല 4 കിലോമീറ്റർ ദൂരമുള്ള ഒരു ടണലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അടിപൊളിയായിട്ട് കൺസ്ട്രക്ട് ചെയ്തൊരു സ്ഥലമാണ്. അതുപോലെ എനിക്ക് ഇനി കാണണ്ട, ഇനി ഞാൻ ഈ നാട്ടിലേക്ക് വരില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർമേനിയ. അതെന്താ, എന്താ പറ്റി? അവിടുത്തെ ആളുകൾ തീരെ ഫ്രണ്ട്ലി അല്ല. റേസിസം എനിക്ക് നല്ലോണം ഫീൽ ചെയ്തൊരു സ്ഥലമാണ് അർമേനിയ. ഞാൻ അവിടുത്തെ ഒരു ഇൻസിഡൻറ്റ് പറയാം. അർമേനിയ ജോർജിയ ബോർഡറിൽ ഒരു ദിവസം ഞാൻ ആ ബോർഡറിൽ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, അർമേനിയൻ്റെ സൈഡിൽ. എങ്ങനെ ഞാൻ വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തി. അവിടെയുള്ള ആളുകളോട് ഞാനൊന്ന് സ്റ്റേ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട്, കാരണം ആളുള്ള സ്ഥലത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ അവരോട് പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം സ്റ്റേ ചെയ്യാൻ. അങ്ങനെ 2-3 പേരോട് ചോദിച്ചിട്ട് അവരൊന്നും സ്റ്റേ ചെയ്യാൻ പെർമിഷൻ തരുന്നില്ല, ചെയ്യണ്ടെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ആളുകളോട് ചോദിച്ചിട്ട് എല്ലാവരും സ്റ്റേ ചെയ്യേണ്ട. ഞാൻ അപ്പം തന്നെ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത്, രാത്രിക്ക് തന്നെ ബോർഡർ ക്രോസ് ചെയ്ത് ജോർജിയൻ്റെ അവിടെ ഒരു ട്രക്കിൻ്റെ മുകളിൽ പോയിട്ട് ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി.
എനിക്ക് അർമേനിയ അങ്ങനെ അത്ര തീരെ പിടിച്ചിട്ടില്ല. കാരണം അവർ നമ്മളെങ്ങനെ സംശയത്തോടെ നോക്കുക, ഒരു നമ്മളെന്തോ ചെയ്യാമെന്നത് പോലുള്ളൊരു ഫീലാണ്. ഓക്കെ, നല്ല റേസിസം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറെ എക്സ്പീരിയൻസ് വേറെ ഉണ്ടായിട്ടുണ്ടോ വ്യക്തികൾ? ജോർജിയയിലും അതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ടെൻറ്റിനുള്ളിൽ നിന്ന് ഭയങ്കര ഒച്ചയും വിളിയും പുറത്ത് തുറന്നു നോക്കുമ്പോൾ ഒരു പ്രായമായ ആൾ വന്നിട്ട് ഭയങ്കര ചീത്ത. പിന്നെ അവരുടെ ലാംഗ്വേജിലായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എല്ലാം പാക്ക് ചെയ്ത് സൈക്കിളിൽ കയറ്റി ഞാൻ തന്നെ പോയി. ശരിക്കും പറഞ്ഞാൽ ആ റോഡിൻ്റെ സൈഡിലാണ്, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്, ആരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പുള്ളി വന്നിട്ട് ഭയങ്കര ചീത്ത. നമ്മുടെ സ്ഥലമല്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ പോകുന്ന സ്ഥലത്തൊക്കെ മലയാളികൾ കാണാറുണ്ടോ? മലയാളികൾ ഇല്ലാത്ത ഒരു രാജ്യം, ഞാൻ കാണാത്തൊരു രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ്. ഇറാഖിൽ ഇന്ത്യക്കാരെ കണ്ടു, എംബസിയിൽ വർക്ക് ചെയ്യുന്ന 2 ഇന്ത്യക്കാരെ കണ്ടു. പക്ഷേ മലയാളികളെ കാണാത്ത ഇറാഖിൽ കണ്ടിട്ടില്ല. പിന്നെ നോർത്ത് മാസിഡോണിയയിൽ ഞാൻ മലയാളീനെ കണ്ടിട്ടില്ല. അവിടെ ഒരു മലയാളി ഉണ്ട്, കണ്ടിട്ടില്ല. പിന്നെ ഇറാനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇറാനിൽ അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയമുണ്ട്, അവിടെ ഒരു ടീച്ചറുണ്ട്. പിന്നെ എംബസിയിലൊരു ഹാഫ് മലയാളി, പാലക്കാട്ടുകാരനാണ്, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഒരു മലയാളിനെ കിട്ടും. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ എല്ലാവർക്കും പല കൾച്ചറും അവരുടെ രീതികളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് എനിക്ക് എൻ്റെ ലൈഫിലേക്ക് ഇത് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടോ? അതോ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്? അല്ല, ഓരോ സ്ഥലത്തും അവരുടെ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അതിൽ നല്ലതുമുണ്ട് മോശമുണ്ട്. നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ എവിടെ ആയാലും എനിക്കിഷ്ടമാണ്. പക്ഷേ ഒരുപാട് മോശം കാര്യങ്ങളും അവിടെ കാണും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞു എനിക്ക് തുർക്കി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെയുള്ള ആളുകൾ സ്മോക്ക് ചെയ്യും, നല്ല സ്മോക്കാണ്. യൂറോപ്പിൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പ് എന്നല്ല, ഇറാഖ്, ഇറാൻ അങ്ങോട്ട് കംപ്ലീറ്റ് സ്മോക്കിംഗ് ആണ്. ചിലപ്പോൾ അവരുടെ വെതറിൻ്റെ ഇതായിരിക്കാം. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചെയിൻ സ്മോക്കറാണ്. അതെനിക്ക് തീരെ ഇഷ്ടമില്ല. സ്മോക്കിംഗ് ഞാൻ അഗെയിൻസ്റ്റ് ആണ്, ഡ്രിങ്ക്സ് അതും അഗെയിൻസ്റ്റ് ആണ്. അത് 2 കാര്യം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത. പിന്നെ അത് അവരുടെ കൾച്ചറാണ്, അവരുടെ കാര്യമാണ്. പക്ഷേ എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ അവിടെ നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടെ ഒരു വീട്ടിലൊരു കാര്യം എടുക്കാം. അച്ഛനും അമ്മയും കുട്ടികളാണെങ്കിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റ കുട്ടികൾ നമ്മളാരും വിഷ് ചെയ്യാറില്ല. രാവിലെ തന്നെ പറയും എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ പഠിക്കുക, സ്കൂൾ പോകും, പെട്ടെന്ന് അതാ പറയാം. പക്ഷെ അവിടെ ഉള്ളവർ ഗുഡ് മോർണിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യും. നല്ലൊരു ദിവസം, സിസ്റ്റം വ്യത്യാസമുണ്ട്. അവർ എണീറ്റ് ഉടനെ ഗുഡ് മോർണിംഗ് പപ്പ അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്തിട്ടാണ് അവർ ആ ദിവസം സ്റ്റാർട്ട് ചെയ്യുക. നമ്മളിവിടെ നേരെ പറയും എഴുന്നേറ്റ് പോയി കുളിക്കുക അല്ലെങ്കിൽ ചീത്ത പറയും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര റെസ്പെക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് നമുക്ക് അഡാപ്റ്റ് ചെയ്താൽ കൊള്ളാം. തീർച്ചയായിട്ടും അത് നല്ല ഒരു കാര്യമാണ്. വീട്ടിലിപ്പം മക്കളാണെങ്കിൽ അവരടുത്ത് പോയിട്ട് ഗുഡ് മോർണിംഗ് സുഖാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളും മലയാളീസിനെ കാണാറുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും? GCCയിലെ പ്രവാസി മലയാളികൾ ഒരു രക്ഷയില്ലായിരുന്നു. എന്നെ നിലത്ത് നിർത്തിയിട്ടില്ല. ഞാൻ ഖത്തറിൽ പോയ സമയത്ത് 11 ദിവസം ഖത്തറിലുണ്ടായിരുന്നു. 11 ദിവസവും രാവിലെ, ഉച്ചയ്ക്ക്, ഈവനിങ്, രാത്രി കംപ്ലീറ്റ് പരിപാടിയായിരുന്നു. ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ യൂറോപ്പിലേക്ക് എത്തിയപ്പോൾ അവിടെ മലയാളീസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ കൾച്ചർ, നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ വ്യത്യാസമുണ്ട്. നമ്മുടെ ഈ GCCയിലെ മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ്, അവർ എൻ്റർടൈൻമെൻറ്റിനാണ് കാര്യങ്ങൾ. പക്ഷേ യൂറോപ്പിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അവിടെ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ വർക്ക് ചെയ്താൽ യൂറോകളാണ് ഇങ്ങനെ വരിക. അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഒരു പാർട്ട് ടൈം ഉണ്ടാവും, ഒരു മെയിൻ വർക്ക് ഉണ്ടാവും, അങ്ങനെ കൂടുതൽ ജോലികളിലായിരിക്കും. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. എല്ലാവരും അങ്ങനെയല്ല, പക്ഷെ ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു മെൻറ്റാലിറ്റിയിലാണ്. ഫായ്സിന് ഇപ്പോൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ ഈ സൈക്ലിംഗ്, ട്രാവലിംഗ് അല്ലാതെ? എനിക്ക് ഇത് കഴിഞ്ഞിട്ടൊരു ടൈമില്ല. എനിക്ക് ഇതിൻ്റെ പുറകിലുള്ള ഈ എഡിറ്റിങ്, അത് സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ ചില പ്രോഗ്രാംസ് ഉണ്ടാവും, അപ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പോവും. പിന്നെ കഴിയുന്നതും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. കാരണം ഞാൻ അധികവും ഫാമിലിയുടെ കൂടെ അല്ല ഉണ്ടാവാറ്. അപ്പം നാട്ടിൽ വരുന്ന സമയത്ത് അധികവും കുട്ടികളിപ്പോൾ ചെറുതാണ്, അവരുടെ ഈ സമയത്താണ് അവരുടെ കൂടെ ഉണ്ടാവേണ്ടത്. വലുതായി കഴിഞ്ഞാൽ പിന്നെ അവരങ്ങ് പോവും. അപ്പോൾ ഇപ്പോൾ അവരെ കൊഞ്ചിക്കാനും ഒക്കെ പറ്റിയൊരു സമയം. ഇപ്പോൾ നമ്മൾ ഈ ട്രാവലിങ്ങിലൊക്കെ
സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറേ എതിരഭിപ്രായമൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ചെയ്താൽ എന്താണ് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ സൈക്കിളിലാണ് യാത്ര എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി. തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനെ മാനേജ് ചെയ്തു? എൻ്റെ ആദ്യത്തെ യാത്ര സിംഗപ്പൂർ യാത്ര ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ പല ആളുകളും കളിയാക്കി. ഒന്നാമത് ഞാൻ അത്യാവശ്യം തടിയുള്ള ആളാണ്, തൈറോയിഡ് കാരണം എനിക്ക് തടി ഉണ്ടാവും, ജന്മനാ ഉള്ളതാണ്. പിന്നെ അവരിങ്ങനെ കളിയാക്കി, നിനക്കിത് പറഞ്ഞ പണിയൊന്നുമല്ല, നിനക്കിത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കളിയാക്കി. കൂടാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പല ആളുകൾ എന്നെ ഫോൺ ചെയ്തിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. നിനക്ക് വീട്ടിൽ ഉമ്മ ഉണ്ട്, വൈഫുണ്ട്, കുട്ടികളുണ്ട്, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, നീ ഇങ്ങനെ ചുമ്മാ ഭ്രാന്തം പരിപാടിയായിട്ട് ഇറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നെ, ഒരുപാടല്ല, ഒരു 2-3 ആളുകൾ എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ ആദ്യത്തെ യാത്ര കഴിഞ്ഞതോടുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവർ പിന്നെ നല്ല സപ്പോർട്ടാണ്, ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അവർ. ശരിക്കും ഒരു തോട്ടുണ്ട് ഈ ഇങ്ങനെ ഇത്രയധികം ട്രാവൽ ചെയ്ത് നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല, അവരവരുടെ ഇഷ്ടത്തിന് നടക്കുകയാണെന്ന് ഒരു തോട്ടുണ്ട്, പിന്നെ മാരീഡും അല്ല എന്നുള്ള തോട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അല്ല, കാരണം നമ്മൾ കാണുന്ന ഒരുവിധം ആളുകളൊക്കെ മുകളിൽ ആകാശവും താഴെ ഭൂമിയായിട്ട് നടക്കുന്നവരാണ്, ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നവരാണ് ഇങ്ങനെ ചെയ്യാറ്. ഒരു കല്യാണം കഴിഞ്ഞ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാൾ ഇത് ചെയ്യാന്ന് പറയുന്നത് വളരെ റെയറാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അത് രണ്ടും ബാലൻസ് ചെയ്ത് പോകണം, 2 ഭാഗവും ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോബ്ലം വരും. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫിക്കൽട്ടാണ്, പക്ഷെ ഞാനത് ആസ്വദിക്കുന്നുണ്ട്. നല്ലൊരു അച്ഛനാണ്, നല്ല ട്രാവലറാണ്, അത് എന്റെ വൈഫിനോട് ചോദിക്കണം, നല്ലൊരു അച്ഛനാണോ ഹസ്ബൻഡാണോ ഉള്ളത്, അത് പുള്ളിക്കാരത്തി ആണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇനി ഇതിന്റെ എക്സ്പെൻസ് ഒക്കെയാണ് എന്തൊക്കെയാണ്? ഇപ്പൊ ഇത്ര നാൾ ട്രാവൽ ചെയ്തിട്ട് എത്ര എക്സ്പെൻസ് ഉണ്ടായിട്ടാണ്? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ദിവസവും ചിലപ്പോൾ ഒരുപാട് എക്സ്പെൻസ് ഉണ്ടാവും, ചില ദിവസം 0 എക്സ്പെൻസ് ആണ്. പോകുന്ന സ്ഥലങ്ങളിൽ ചിലപ്പോൾ ആളുകൾ ഫുഡ് വാങ്ങിച്ചു തരും, ചിലപ്പോൾ പോക്കറ്റിൽ പൈസ ഇട്ട് തരും ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട്, ചിലപ്പോൾ അങ്ങനെ ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ചിലപ്പോൾ 0 എക്സ്പെൻസ്, ചിലപ്പോൾ ഒരുപാട് എക്സ്പെൻസ് വരും. അപ്പോൾ അതുകൊണ്ട് എനിക്കിതുവരെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു യാത്ര സെക്കൻഡ് ഫേസ് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ ഞാൻ കാൽക്കുലേഷൻ ഉണ്ട്, അത് ഏകദേശം 20 to 25 lakhs ആണ്. അപ്പോൾ എനിക്ക് മെയിൻ സ്പോൺസറെ കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തു, കൊറോണ കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ടാണോ അറിയില്ല, മെയിൻ സ്പോൺസറെ കിട്ടിയില്ല. എനിക്ക് 2 സപ്പോർട്ടിങ് സ്പോൺസേഴ്സ് ആണുള്ളത്, ഒന്ന് പാരാജോൺ, ഒന്ന് എമിറേറ്റ്സ് ഫസ്റ്റ്. പാരാജോണാണ് എനിക്ക് സൈക്കിൾ തന്നത്. സൈക്കിള് അമേരിക്കൻ ബ്രാൻഡാണ്, അത് ബിൽഡ് ചെയ്താണ്, ഓരോ പാർട്സ് വാങ്ങിയിട്ട്. ഒരു എബ്രഹാം സാർ ഉണ്ട് കോഴിക്കോട്, എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിയാണ് എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു യാത്രക്ക് വേണ്ടിയുള്ള സൈക്കിൾ ബിൽഡ് ചെയ്ത് തന്നത്. അതിന് ഏകദേശം ഒരു 2.5 lakhs എക്സ്പെൻസ് ഒരു സൈക്കിൾ. പിന്നെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരുപാട് നല്ല നല്ല ആളുകളുണ്ട്, ഇങ്ങനെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ. അവരെന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ ജർമ്മനി വരെ എത്തിയിട്ടുള്ളത്. ഇനി ജർമ്മനിയിൽ നിന്ന് അങ്ങോട്ടുള്ളതും അതുപോലെ ആളുകളെ കണ്ടെത്തി അവരുടെ അടുത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ട് വേണം മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ വിസ പ്രോസസ് ഒക്കെ എത്ര ടൈം എടുക്കുന്നതാണ്? എങ്ങനെയാണ് അതിന്റെ? പല രാജ്യത്തിന്റെയും വിസ പ്രോസസ്സ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഷെങ്കണ് കൊടുത്താണെങ്കിൽ അവർ പറയുന്നത് 15 വർക്കിംഗ് ഡേയ്സ് ആണ്. അതെന്തായാലും ഒരു 25 days എടുക്കും. വർക്കിംഗ് ഡേയ്സ് ആണ് 15, പക്ഷെ അത് 25. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ, ഞാനിപ്പം കഴിഞ്ഞത് ഗ്രീസല്ല, ഞാനിപ്പോൾ കഴിഞ്ഞത് ജർമ്മനിയുടെ ഷെങ്കണാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ അവർക്ക് കുറേ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിരുന്നു. അങ്ങനെ മെയിൽ അയച്ച് അതിന് റിപ്ലൈ കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു 1.5 മാസം സമയമെടുത്തു. കാരണം അവർ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ജർമ്മനിയിലുള്ള ആളുകളുടെ അവിടെയുള്ള റോട്ടറി ക്ലബിൻ്റെ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കിട്ടാൻ കുറച്ച് ഡിലേ ആയി. അങ്ങനെ ഒരു 1.5 മാസത്തോളം സമയമെടുത്തു ഒരു വിസ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം മിനിമം എന്തായാലും ഒരു 1 month ടൈം എടുക്കും. UK വിസക്ക് ആണെങ്കിലും ഇപ്പോൾ ഷെങ്കൺ വിസക്ക് ആണെങ്കിലൊക്കെ. മറ്റുള്ള കൺട്രീസൊക്കെ ഓൺലൈൻ വിസ കിട്ടും. ചിലത് ഇപ്പോൾ തുർക്കി ആണെങ്കിൽ തുർക്കിയുടെ വിസയുടെ കാര്യം ഭയങ്കര കോമഡിയാണ്. നമ്മളിപ്പം ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസാണ്. പക്ഷേ ഞാൻ വിസക്ക് വേണ്ടി കൊടുത്തത് എൻ്റെ പാസ്പോർട്ടും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമാണ്. അത് കുവൈത്തിലായിരുന്നു. കുവൈത്തിലെ തുർക്കി അംബാസഡറെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഒരു ലേഡി ആയിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നാളെ തുർക്കിയുടെ കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ വിസ തരാമെന്ന് പറഞ്ഞു. പോയി ഞാൻ ജസ്റ്റ് ഒരു പാസ്പോർട്ടും കൊടുത്തു, 2 ഫോട്ടോയും കൊടുത്തപ്പോൾ അവിടെ ഉള്ളവർ ചിരിക്കുകയാണ്. കാരണം നോർമലി അവർക്ക് ആപ്ലിക്കേഷൻ വരാൻ തന്നെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, സാലറി സർട്ടിഫിക്കറ്റ് വേണം, ഇൻകം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കതൊന്നുമില്ല, ജസ്റ്റ് ഒരു പാസ്പോർട്ട് 2 ഫോട്ടോ കൊടുത്തപ്പോൾ നെക്സ്റ്റ് ഡേ അവരെ സ്റ്റാമ്പ് ചെയ്തു. അതേപോലെ ഇറാഖിൻ്റെ വിസ ഇന്ത്യയിലെ ഡൽഹിയിലെ ഇറാഖ് എംബസിയിൽ പോയി
ഞാൻ വിസ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു തരാൻ പറ്റില്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പോസിബിൾ അല്ല, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ലെറ്റർ നമുക്ക് ചുമ്മാ തരുമൊന്നുമില്ല. എങ്ങനെ ഒരു പ്രതീക്ഷയില്ലാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഞാൻ കുവൈത്തിലുള്ള ഇറാഖ് എംബസിയിൽ പോയി അവിടെ ആപ്ലിക്കേഷൻ കൊടുത്തു. ആ ആപ്ലിക്കേഷൻ കൊടുത്തത് അംബാസഡർ അറിഞ്ഞു, പിന്നെ ഒരാൾ വന്നിട്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ എൻ്റെ സ്റ്റാഫിനോട് പറയുന്നു അംബാസഡർ കാണണം എന്ന് പറയുന്നു, പുള്ളിയുടെ റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ. അങ്ങനെ വെൽ സെക്യൂരിറ്റീസ് ഭയങ്കര ഇതാണ്, സ്ട്രിക്റ്റാണ്, അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റില്ല. എന്നെയും കൊണ്ട് അംബാസഡർ റൂമിൽ കൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ സംസാരിച്ചു. എന്നോട് പറഞ്ഞു വിസ തരാം, കുഴപ്പമൊന്നുമില്ല. പുള്ളി എന്നോട് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി 4 ദിവസമാണ് ഇറാഖിൽ ട്രാവൽ ചെയ്യാൻ വിചാരിച്ചത്. എനിക്ക് പേടിയായിരുന്നു. പേടി മീൻസ് എല്ലാവരും ഇങ്ങനെ പറയുന്നു ഇറാഖ് ഒഴിവാക്കി കൂടെ, ഇറാഖ് സേഫ് അല്ല. അപ്പം ഞാൻ വിചാരിച്ചു 4 ദിവസം കൊണ്ട് ഇറാഖ് കഴിഞ്ഞ് ഇറാനിലെത്താനായിരുന്നു എൻ്റെ പ്ലാന്. അപ്പം ഞാൻ അംബാസഡർ പറഞ്ഞു വെറും 4 ദിവസം ഞാൻ ഇറാഖിലൂടെ ഉള്ളൂ, എനിക്കൊന്ന് തരണം എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു 4 ദിവസം പോരാ. പുള്ളി ഒരു ലിസ്റ്റ് എനിക്ക് തന്നു. നജഫ്, ബാബിലോണ, ഖർബല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാഗ്ദാദ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് തന്നു. എന്നോട് പറഞ്ഞു നിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്, നീ ഇവിടെയൊക്കെ പോകുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യും, മസ്റ്റായിട്ട് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ 11 ദിവസം ഞാൻ ഇറാഖിലുണ്ട്. കാരണം എല്ലാവർക്കും ഒരു തോട്ട് ഉണ്ട് ഇറാഖ് എന്ന് പറഞ്ഞാൽ സേഫ് അല്ല, പക്ഷെ പുള്ളിക്ക് അത് അല്ല, അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമ്മുടെ പേജിലൂടെ പല ആളുകളും കാണുമല്ലോ. അപ്പം തീർച്ചയായിട്ടും അവിടെയൊക്കെ പോയിട്ട് ഇറാഖ് സേഫാന്നുള്ളത് പുറം ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നോട് ഇതൊക്കെ പോകണമെന്ന് പറഞ്ഞു. ഇങ്ങനെ അവിടെയൊക്കെ പോയി എല്ലാം കൊണ്ടും നല്ല, അവിടെ കിയ മോട്ടോഴ്സാണ് എനിക്ക് ഇറാഖിൽ എല്ലാ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്തത്. പോകുന്ന സ്ഥലങ്ങളിൽ കിയയുടെ ഷോറൂം അല്ലെങ്കിൽ അവരുടെ സർവീസ് സെൻ്ററിലാണ് ഞാൻ താമസിച്ചതൊക്കെ. ഇപ്പം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സപ്പോർട്ടിങ് കിട്ടാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്? അൺഫോർച്ചുനേറ്റ്ലി ഇതിന് മെയിനായിട്ട് വേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടാണ്. കാരണം നമ്മുടെ പേപ്പർ വർക്ക്സിന് അത് മസ്റ്റാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് തവണ പല മന്ത്രിമാരെയും പല ഗവൺമെൻറ് ഓഫീസൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് 1.5 വർഷം മുമ്പ് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിപ്ലൈ എനിക്ക് കഴിഞ്ഞ മാസമുണ്ട്. നമ്മുടെ നിയമസഭയിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾ അയച്ചൊരു അപേക്ഷൻ്റെ റിപ്ലൈ ആണ്, നോ എന്ന് പറഞ്ഞു. അതിന് ഇനി റിപ്ലൈ അയക്കണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല, ഞാൻ യാത്ര കഴിയാറായി. ഇപ്പോഴാണ് അതിൻ്റെ റിപ്ലൈ വരുന്നത്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി എനിക്കങ്ങനെ ഒരു സപ്പോർട്ടും കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ അതിൽ എന്നെ സപ്പോർട്ട് ചെയ്തത് ശശി തരൂർ സാറ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അതേപോലെ നമ്മുടെ കേരള ഗവർണറും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇനി സപ്പോർട്ടേഴ്സ് ഉണ്ടാവും വൈകാതെ എന്ന് വിചാരിക്കുന്നു. അല്ല, ഒരുപാട് നല്ല ആളുകൾ നല്ല യാത്രയിൽ ഞാൻ പരിചയപ്പെട്ട, ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ച പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെ കൂടെ ഒരിക്കലും ഇതുവരെ കാണാത്ത കേൾക്കാത്ത ആളുകളൊക്കെ നമ്മുടെ കൂടെ കട്ടക്ക് നിൽക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം.